പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുൽവത്തുൽ ആരിഫീൻ എന്ന് പറയുന്ന ഒരു കിതാബിലെ മഹാനായ ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹാനവറുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുൻകഴിഞ്ഞുപോയ ഒരു വലിയ പ്രവാചകനാണ്. ഈസാ നബി എന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്യുന്ന പ്രവാചകനാണെന്നാണ്. അപ്പൊ ഈസാ നബിയും തന്റെ കൂട്ടത്തിൽ കുറച്ച് ശിഷ്യന്മാരുമുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പാറകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരുപാട് മലകളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഈസാ നബി പോകുമ്പോൾ നോക്കുന്ന സമയത്ത് ദൂരെ ഒരു പാറകഷ്ണം അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രകാശിക്കുന്നു. അപ്പൊ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് വലിയൊരു മലയുടെ ഭാഗമാണ്, വലിയൊരു മല, അതിന്റെ ചെറിയൊരു ഭാഗം ഇങ്ങനെ പ്രകാശിക്കുന്നതായി കാണും. അപ്പൊ എന്താണിത് സംഭവം, എന്താണിത് ഈ ഒരു അത്ഭുതം, എന്താണ് ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം? അപ്പോ ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, എനിക്ക് അത്ഭുതമായി ഈ പാറയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രകാശിക്കുന്നു, ഇതിന്റെ ഉള്ളിൽ എന്താണ്, ഇതിന്റെ പിറകിലുള്ള രഹസ്യം എന്താണ്? ആ സമയത്ത് തന്നെ ആ പാറ അല്പം മാറി അതൊന്ന് പൊട്ടിയിട്ട് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു എന്നാണ്. എങ്ങനെ? ആ പ്രകാശിക്കുന്ന പാറ അല്പം പൊട്ടി മാറി ഒരു മനുഷ്യൻ അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. അയാൾ നിസ്കരിക്കുകയായിരുന്നു എന്നാണ്, അയാൾ നിസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതത്തോടുകൂടി ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനു വേണ്ടി ഈ പാറയുടെ ഉള്ളിൽ നിസ്കരിക്കുന്നു, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമോ, വെള്ളം കിട്ടുമോ, ഇതെന്താ സംഭവം? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, ഈസാ നബിയെ, എനിക്ക് 400 വർഷമായി ഈ പാറയുടെ ഉള്ളിൽ ഇബാദത്ത് ചെയ്യാനുള്ള അവസരം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ? 400 വർഷമായി ഞാൻ ഈ പാറയുടെ ഉള്ളിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയാണ്. എനിക്ക് അള്ളാഹു തആല വെള്ളം തരും, എനിക്ക് അള്ളാഹു തആല ഭക്ഷണം തരും. ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരൊറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഈസാ നബിക്ക് അത്ഭുതമായി. 400 വർഷം തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ. ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ്, പടച്ചോനെ, ഇയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ആഖിറത്തിൽ കിട്ടും അല്ലെ, ഇയാൾക്ക് പിന്നെ സ്വർഗമല്ലാതെ വേറെ എന്താണ്, ഒരു ഹറാമ് പോലും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈസാ നബി ചോദിക്കുകയാണ്, പടച്ചവനെ, അല്ലാഹു, ഈ മനുഷ്യനേക്കാൾ കൂടുതലായി നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്ന സമയത്ത് പടച്ചോൻ പറഞ്ഞു എന്നാണ്, ഈസാ നബിയെ, അന്ന റജുലൻ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നിങ്ങൾക്ക് ശേഷം വരാനുള്ള ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ അദ്റക ശഹ്റ ശഅബാൻ, അയാൾക്ക് ശഅബാൻ മാസം കിട്ടി, ശഅബാൻ മാസത്തിലേക്ക് അയാൾ കടന്നു, എന്നിട്ട് ആ ശഅബാൻ മാസത്തിന്റെ രാവിലും പകലിലും അയാൾ ഇബാദത്ത് എടുത്തു. അതായത് ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മളിലേക്ക് വരുന്ന രാവ്, രാത്രി, അതോടൊപ്പം തന്നെ നാളത്തെ പകൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്താൽ ഫഹുവ അഫ്ളലു, അവനാണ് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ഇവനേക്കാൾ.